ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങൾ മണിപ്പൂരിലടക്കം നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ തൊട്ടുകിടക്കുന്ന കർണാടകയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളല്ലേ? ഇവിടെ നാം ആലോചിക്കേണ്ട ഒരു കാര്യം, വർഗീയ നിലപാടുകൾ രാജ്യത്ത് സംഘപരിവാർ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ആ വർഗീയ നിലപാടുകളോട് ഇടതുപക്ഷവും മതനിരപേക്ഷ ശക്തികളും വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ്? ഈ വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയോട് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് എന്ന് കോൺഗ്രസിന് അവകാശപ്പെടാൻ കഴിയുമോ? ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരമൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്ത് ഉയർന്നു വന്ന വർഗീയ പ്രശ്നങ്ങൾ ആകെ ആലോചിച്ചു നോക്കൂ. ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസിന് ശക്തമായ മതനിരപേക്ഷ നിലപാട് അംഗീകരിച്ച് അതിലൂന്നി നിന്നുകൊണ്ട് വർഗീയതയെ എതിർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സാക്കളെ, ഒരു കുട്ടിക്ക് അവിടെ ഒരു കുഴഞ്ഞു വീണിട്ടുണ്ട്. അപ്പൊ ആംബുലൻസ് കടന്നു പോകാൻ വേണ്ടി സാക്കളൊന്ന് സഹായിച്ചു കൊടുക്കണം. വഴി വിട്ടുകൊടുത്താൽ മതി. നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ, ആ സംഭവങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കുന്നതിന് പകരം വർഗീയതയുമായി സമരസപ്പെട്ടു പോകുന്ന കോൺഗ്രസിനെയാണ് നാം കണ്ടിട്ടുള്ളത്. ഉദാഹരണങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. എത്രയോ ഉദാഹരണങ്ങൾ. ഈ നിലപാട് എവിടെയാണ് എത്തിച്ചത്? രാജ്യത്തെ എവിടെ എത്തിച്ചു? കോൺഗ്രസിനെ എവിടെ എത്തിച്ചു? രാജ്യമാകെ നിറഞ്ഞു നിന്ന പാർട്ടിയായിരുന്നല്ലോ കോൺഗ്രസ്. ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി ഇപ്പോ ബി ജെ പി വിലസുന്ന സംസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ. എല്ലാം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നില്ലേ? ഈ സമീപനം, വർഗീയതയോട് സമരസപ്പെടൽ, ശക്തമായ വർഗീയ നിലപാട് സംഘപരിവാർ ഉയർത്തുമ്പോ മൃദുവായ സമീപനം സ്വീകരിച്ച് അതിന്റെ ഓരം ചേർന്ന് നിൽക്കൽ എവിടെ എത്തിച്ചു കോൺഗ്രസിനെ? കോൺഗ്രസിന്റെ വലിയൊരു നിര നേതാക്കളെ എടുത്തു നോക്കൂ. AICCയുടെ ഭാരവാഹികള്, നേതാക്കള്, കേന്ദ്രമന്ത്രിമാര്, സംസ്ഥാന മുഖ്യമന്ത്രിമാര്, സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷന്മാര്, സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കള്, ഇവരിൽ വലിയൊരു നിര ഇന്ന് കോൺഗ്രസിലില്ല. അവരെ BJPയിൽ കാണാം, ഇപ്പോ വിവിധ സ്ഥാനങ്ങളിൽ കാണാം.
അവര് മാത്രമല്ല പോയത്, ഈ നയമില്ലായ്മ കാരണം അണികളും പോയി. അണികളും ബി.ജെ.പിയോടൊപ്പം ചേർന്നു. അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നുണ്ടോ? ഇപ്പോഴും കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകുന്നുണ്ടോ? വർഗീയതയുടെ ആടയാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടല്ല എതിർക്കേണ്ടത്. വർഗീയതയുടെ ആടയാഭരണങ്ങൾ അണിയുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ കാണാൻ കഴിയില്ലേ ഇന്ത്യയിലാകെ? നിലപാടുകളിൽ വ്യത്യാസമില്ലായ്മ, എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലില്ലേ?